ഗൈസ്, നിങ്ങൾ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെയും വരണം. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇത് കണ്ടോ? ഇതാണ് ഞാൻ ഈ സാധനം മേടിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. എന്താണ് ആ സാധനം എന്ന് ഞാൻ കാണിച്ചു തരാം. ബാ. ഓക്കെ, ബട്ട് ബിഫോർ ദാറ്റ്, നിങ്ങൾക്ക് കുറേ നാളായിട്ട് വിട്ടുമാറാത്ത തുമ്മൽ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം, അലർജി, ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു പരിഹാരമായിരിക്കാം. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ട് അപ്പുറത്താണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാഴ്ചത്തേക്ക് വീട് പൂട്ടിയിട്ടിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഫുള്ള് പൊടിയായിരിക്കും. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ കാണുന്ന വെള്ളപ്പെട്ടിയെ പറ്റിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഫാൻ ഉണ്ട്. ആൻഡ് നിങ്ങളുടെ ഫാൻ ഇതേപോലെ അല്ല, നിങ്ങളുടെ ഫാനിൽ ഒരുപാട് പൊടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഈ ഒരു ഹോളിൽ 2 ഫാൻ ഉണ്ട്. ആൻഡ് ഈ 2 ഫാനിൻ്റെയും ലീഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊടി തീരെയില്ല. ഞാൻ ഈ 2 ഫാനുകളിലെയും പൊടി തുടച്ചിട്ട് ഏകദേശം 6 മാസത്തിൽ കൂടുതലായി. അതിനും കാരണക്കാരൻ ഇവനാണ്. സോ 15 ജൂലൈ 2023 ഞാൻ ഇവനെ വാങ്ങുന്നത്. ഇതാണ് കോവേ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എയർ മെഗാ 150. സോ ഇതെന്താണ് സാധനം, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സാധനം വീട്ടിൽ വാങ്ങി വെക്കണം എന്നുള്ളത് പറഞ്ഞു. ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആൻഡ് നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ക്ലീൻ ആണ്, പൊടിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ നിങ്ങൾക്ക് കണ്ണിൽ കാണാത്ത ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് അതായിരിക്കും നിങ്ങളുടെ അലർജിയുടെയും നിങ്ങളുടെ തുമ്മലിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം. സോ നിങ്ങൾ എത്രയൊക്കെ മരുന്ന് മേടിച്ച് കഴിച്ചാലും ആ ഒരു പ്രശ്നം പരിഹരിക്കാതെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. അതായത് സെറ്റപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ നിങ്ങളിത് ഈ ഒരു പെട്ടി ഉണ്ടല്ലോ, ഈ ഒരു പെട്ടി ഒരു പ്ലഗ് പോയിന്റ് സൈഡിലെടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്ലഗിലേക്ക് ഇത് കുത്തിയിട്ട് ഓണാക്കുക. ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും. ഇവിടെ ഒരു നീല ലൈറ്റ് കത്തുന്നത് കണ്ടോ? ഇതാണ് ഇവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹെൽത്തി എയർ, നല്ല ഹെൽത്തി എയർ ആണ്. ഇത് പച്ചയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എയർ എന്ന് പറയാം. ഇത് മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ അൺഹെൽത്തി എയർ ആണ്. ആൻഡ് ഇത് റെഡ് ആണെങ്കിൽ തീരെ മോശമായിട്ടുള്ള എയർ ആണ്. ഇത് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു തരാം. കോയാസ് പൈനാപ്പിൾ ഫ്ലേവേർഡ് അഗർബത്തി. ഗൈസ്, ഇവനെ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇതാണ് നമ്മുടെ എക്സ്പ്ലോറർ. യെസ്, ഇലക്ട്രിക് ആർക്ക് ലൈറ്റർ. സോ നമുക്ക് ഇവനെ കത്തിക്കാം. ഗൈസ്, സോ അത്യാവശ്യം സ്മോക്ക് വന്ന് തുടങ്ങി. ഞാൻ ഇനി ഇതിനെ ആ പെട്ടിക്കടുത്ത് കൊണ്ടുപോകാം. ഓൾറെഡി നിങ്ങൾക്ക് കാണാം എയർ ബ്ലൂയിൽ നിന്നും ഗ്രീനിലേക്കായിട്ടുണ്ട്. ഇത് ഗ്രീനാണ് ഈ കാണുന്നത്. ആൻഡ് കുറച്ച് നേരം ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വയ്ക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം യെല്ലോ ആയിട്ടുണ്ട്. ഫോക്കസ്. ആൻഡ് യെസ് ഗൈസ്, റെഡ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാറ്റ് അല്ലെങ്കിൽ ഫാന് നല്ലപോലെ പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് പറ്റും. അതായത് നിസ്സാരം നിങ്ങളുടെ വീട്ടിൽ കത്തിക്കുന്ന ഇൻസെൻസ് സ്റ്റിക്സ് അഥവാ ഈ കാണുന്ന സ്റ്റിക്സിൽ പോലും അലർജിക് പാർട്ടിക്കിൾസ് അഥവാ PM.1 കൂടുതലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതുവരെയും നിങ്ങൾക്ക് അലർജീസ് ഒക്കെ ഉണ്ടാക്കാം. സോ ആ കണ്ട ലൈറ്റ് എന്ന് പറയുന്നത് റിയൽ ടൈം എയർ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഫാനിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഓട്ടോ എന്ന് പറഞ്ഞത് ഈ ഒരു മോഡ് കണ്ടോ, ഇതിലാണ് കിടക്കുന്നത്. സോ നിങ്ങളുടെ എയർ ക്വാളിറ്റി മോശമാണെങ്കിൽ നല്ലപോലെ ഫിൽട്ടർ ചെയ്യും എയർ. നിങ്ങളുടെ എയർ ക്വാളിറ്റി നല്ലതാണെങ്കിൽ ഫിൽട്രേഷൻ കുറയ്ക്കും. സോ ബേസിക്കലി എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗം കണ്ടോ, ഇതിനകത്തിൽ കൂടെ എയർ ഇൻടേക്ക് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്യൂരിഫൈ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് വരും. സോ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡിൽ നിന്നും യെല്ലോ ആയിട്ടുണ്ട്. അതായത് എയർ നേരത്തേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, കാരണം പ്യൂരിഫിക്കേഷൻ സ്റ്റാർട്ടായി. സോ ഫസ്റ്റ് ഇതിനകത്ത് പ്രീ ഫിൽറ്റർ ഉണ്ട്. ആൻഡ് രണ്ടാമത്തേത് ഇതിനകത്ത് ഹെപ്പ അഥവാ ഗ്രീൻ അഥവാ കാർബൺ ഫിൽറ്റർ ഇതിനകത്തുണ്ട്. കാണിച്ചു തരാം. സോ ഈ കോവേ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന സാധനം കണ്ടോ, ഇത് ജസ്റ്റ് നിങ്ങളിങ്ങനെ പൊക്കുവാണെങ്കിൽ ഈ കാണുന്നതാണ് പ്രീ ഫിൽറ്റർ. ഈ പ്രീ ഫിൽറ്ററിൽ ഓൾറെഡി കണ്ടോ ഒരുപാട് പൊടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ബേസിക്കലി നിങ്ങളുടെ കണ്ണിന് കാണാൻ പറ്റാത്ത പൊടികളെല്ലാം ഈ ഒരു പ്രീ ഫിൽറ്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ പകുതി ഫിൽട്രേഷൻ നടക്കും. ഈ സാധനം നിങ്ങൾക്കിത് മുന്നിലേക്ക് പുള്ള് ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഞാനിതിനെ പവർ ഓഫ് ചെയ്യട്ടെ. ഓക്കെ, പവർ ഓഫ് ചെയ്തു. ഇതിങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഫിൽറ്ററാണ് ഗ്രീൻ ഫിൽറ്റർ അഥവാ എന്താ പറയുക കാർബൺ ഫിൽറ്റർ. ഇതിനകത്താണ് ആൻറ്റി വൈറസ് 99% വൈറസ് ഒക്കെ ഫിൽറ്റർ ചെയ്യുന്നൊരു സാധനമാണ്. നമ്മൾ ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ സാധനത്തിൽ കാണുന്ന പൊടി കണ്ടോ, ഇത്രത്തോളം പൊടി ഓൾറെഡി ഇപ്പോൾ 6 മന്ത്സോളമായി ഇത് സക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ട് കാർബൺ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഇതാണ് എയർ ഇൻടേക്ക്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ ഈ ഒരു സാധനത്തിൽ കൂടെ ഫിൽറ്റർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ വന്ന്
ഇതിൽ കൂടെ പുറത്ത് പോകും. സോ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഈ ഒരു ഫിൽറ്റർ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഐ മീൻ നിങ്ങൾ കൂടെ വരും, പക്ഷേ വേറെ പാക്കറ്റിലായിരിക്കും. അത് പൊട്ടിച്ചത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെക്കണം. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സാധനം ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കണം. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇത് ടച്ച് ബട്ടൺസ് ആണ് കേട്ടോ, ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് എംബോസ്ഡ് ആണ്. ഇതിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. ഓട്ടോ മോഡിലാണ് മെയിൻലി കിടക്കുന്നത്, അതായത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സ്പീഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. സോ അതല്ലാതെ നിങ്ങൾക്ക് സൈലൻ്റ് ആയിട്ട്, അതായത് നല്ലപോലെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒച്ച കുറയ്ക്കണമെങ്കിൽ ഇതൊരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈലൻറ്റിലേക്ക് പോകും. ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്. അങ്ങനെ നിങ്ങൾക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓട്ടോയിലിടാനാണ്. സോ ഇതിനകത്ത് പ്രീ ഫിൽറ്റർ എപ്പോൾ ക്ലീൻ ചെയ്യണം, ഹെപ്പ ഫിൽറ്റർ എപ്പോൾ ക്ലീൻ ചെയ്യണം എന്ന് കാണിക്കാനായിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് പ്രീ ഫിൽറ്റർ എപ്പോഴാണ് മാറ്റേണ്ടതെന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇതല്ല, ഇത് ആൻഡ് ഇത് ഹെപ്പ അല്ലെങ്കിൽ കാർബൺ ഫിൽറ്റർ എപ്പോഴാണ് മാറ്റേണ്ടത് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇത് ഫിൽറ്റർ നമുക്ക് റീസെറ്റ് ചെയ്യാൻ, അതായത് ഇൻഡിക്കേറ്റർ കത്തിക്കഴിഞ്ഞാൽ ഇത് 3 സെക്കൻഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ റീസെറ്റ് ചെയ്യാം. ആൻഡ് ഈ ലൈറ്റ്, ഈ ഒരു AQI ഫിൽറ്റർ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓണും ഓഫും ആക്കാം. ഇനി എവിടെയാണ് ഇതിൻ്റെ എയർ ക്വാളിറ്റി ഇൻഡിക്കേറ്ററിൻ്റെ സെൻസർ ഇരിക്കുന്നതെന്ന് കാണിച്ചത്. സോ ബേസിക്കലി ഈ സൈഡിൽ ഈ ഒരു ഫ്ലാപ്പ് കണ്ടോ, ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് എയർ ക്വാളിറ്റി സെൻസ് ചെയ്യുന്ന ഫിൽറ്റർ ഇരിക്കുന്നത്. ഇത് ഒക്കേഷണലി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ആക്കി കൊടുക്കാവുന്നതാണ്. അതായത് തെറ്റായിട്ടുള്ള റീഡിംഗ് ഒക്കെ കാണിക്കുവാണ് എന്ന് തോന്നുവാണെങ്കിൽ, ബട്ട് നോട്ട് ആക്ച്വലി നെസസറി, ബട്ട് ഒരു 1 മന്ത് ഒരിക്കലൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ 35 വാട്ടാണ് എൻ്റെ ഫാനിൻ്റെ പവർ. ഞാൻ ബേസിക്കലി ഇത് ഫുൾ ടൈം ഓണാക്കി വെക്കാറാണ് പതിവ്. ഫുൾ ടൈം ഓണാക്കി വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണിച്ച പോലെ കൺസ്ട്രക്ഷൻ ഇവിടെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ബാൽക്കണി പോലും തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ബാൽക്കണി തുറന്നിട്ടാൽ ഫുള്ള് പൊടിയാവും. സോ അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഓണാക്കി ഇടാറാണ്. ഒരിക്കൽ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം 8500 അവേഴ്സാണ് പറയുന്നത് ഫിൽറ്റർ മാറ്റേണ്ട ടൈം. 8500 അവേഴ്സിന് ശേഷം ഓട്ടോമാറ്റിക്കലി അവിടെ ലൈറ്റ് കത്തും. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ മാറ്റാവുന്നതാണ്. ആ കാണുന്ന പ്രീ ഫിൽറ്റർ ഒരുവിധം പൊടി പിടിക്കുമ്പോഴേക്ക് ലൈറ്റ് വരും. അത് നിങ്ങൾക്ക് എടുത്ത് വാഷ് ചെയ്ത് തിരിച്ച് വെക്കാവുന്നതാണ്. കോവേ എന്ന് പറഞ്ഞ ബ്രാൻഡ് പലർക്കും ഇങ്ങനൊരു ബ്രാൻഡ് ഉണ്ടോ, ഇത് ഉടായ്പ ബ്രാൻഡാണോ എന്നൊക്കെ തോന്നും. എനിക്കും തോന്നി. ഞാൻ പക്ഷേ പണ്ട് പർച്ചേസ് ചെയ്ത സമയത്താണ് മനസ്സിലായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി എയർ പ്യൂരിഫയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 5 ഇയേഴ്സിൻ്റെ വാറൻറ്റിയാണ് മോട്ടറിന് തരുന്നത്. നിങ്ങൾ രജിസ്ട്രേഷൻ ഒഫീഷ്യൽ സൈറ്റ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ 2 ഇയേഴ്സ്, മൊത്തം 7 ഇയേഴ്സിൻ്റെ വാറൻറ്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 1 ഇയറിന് ശേഷം അല്ലെങ്കിൽ 8500 അവേഴ്സിന് ശേഷം അല്ലെങ്കിൽ ലൈറ്റ് കത്തിയ ശേഷം നിങ്ങൾ ഫിൽറ്റർ മാറ്റാൻ നോക്കുവാണെങ്കിൽ ഹെപ്പ അല്ലെങ്കിൽ പ്രീ ഫിൽറ്റർ ഏകദേശം ഒരു 4000 റുപ്പീസോളം ഒറിജിനൽ മേടിക്കാനായിട്ട് കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും, ബട്ട് ഐ സജസ്റ്റ് നിങ്ങൾ ഒറിജിനൽ മേടിച്ചിടുക. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും എനിക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. ഏകദേശം ഒരു 12,000 to 14,000, ഈവൻ സെയിൽ ടൈമിൽ 10,000 റുപ്പീസിനൊക്കെ കിട്ടുന്ന ഈ ഒരു സാധനം നിങ്ങൾ വെച്ചിട്ടില്ല എന്ന് വിചാരിക്കും. സപ്പോസ് നിങ്ങളുടെ എയർ കാണുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം പ്യുവറാണ്. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തുമ്മൽ വരുന്നുണ്ട്. നിങ്ങളുടെ വീടുകളിലെ ഫാനുകൾ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ ഫാന്, കർട്ടൻ, ഇങ്ങനത്തെ വളരെ എളുപ്പത്തിൽ പൊടി പിടിക്കുന്നുണ്ട്. നിങ്ങൾ വീട് അടച്ചിട്ട് ഒരാഴ്ച എവിടെയെങ്കിലും പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫ്ലോറൊക്കെ നല്ല പോലെ പൊടി വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ബേസിക്കലി നിങ്ങൾക്ക് കണ്ണിൽ കാണാത്ത ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് നിങ്ങളുടെ വീട്ടിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് കാരണം വരുന്ന തുമ്മൽ, ജലദോഷം, ഇതൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒബ്വിയസ്ലി നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവർ മെഡിക്കേഷൻസ് തരും. അത് അലർജിയുടെ ടാബ്ലറ്റ്സ് തരും. ഇമ്മീഡിയറ്റ്ലി ആ സിംറ്റംസ് ഒക്കെ മാറും. ബട്ട് സ്റ്റിൽ നിങ്ങൾ റൂട്ട് കോസ് സോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നിങ്ങളിത് മേടിക്കാതെ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് മേടിക്കാതെ പോകുവാണെങ്കിൽ മേ ബി എന്താ പറയുക, ഓരോ പ്രാവശ്യം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ്സിനും അതേപോലെ തന്നെ ഈ പൊടി തുടയ്ക്കുക, ആ അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് ചിലവാക്കുമ്പോഴേക്കും ഇതിനേലും കൂടുതൽ എമൗണ്ട് അതിൽ വരാം. സോ എൻ്റെ യൂസിൽ എനിക്ക് ഉണ്ടായ ബെനിഫിറ്റ്സ് അതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു അലർജി, ഡസ്റ്റ് ബേസ് ആയിട്ടുള്ള അലർജി വീടിനകത്ത് വരുമ്പോൾ തന്നെ ഉള്ള തുമ്മലും കാര്യങ്ങളൊക്കെ എത്രയോ ഭേദമായി. പിന്നെ വീട് അടച്ചിട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി 1 വീക്കിന് ശേഷമൊക്കെ വരുവാണെങ്കിൽ പൊടി ഭയങ്കര കുറവാണ്. വീട്ടിനകത്തുള്ള ഫാൻസിലൊക്കെ, ലീഫിലൊക്കെ പൊടി തീരെ കുറവാണ്. ആൻഡ് ഷെൽഫിലായിക്കോട്ടെ, കർട്ടൻസിലായിക്കോട്ടെ, ഇവിടെയൊക്കെ കാണുന്ന, പിന്നെ ഫിസിക്കലി കാണുന്ന പൊടി എല്ലാം നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി 2023 വൺ ഓഫ് മൈ ബെസ്റ്റ് ബൈ ആയിരുന്നു ഇത്. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാൻ, ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയും വില കൂടി തന്നെ മേടിക്കണമെന്നില്ല. അത് ഓരോ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച്, ഇത് 335 സ്ക്വയർ ഫീറ്റിനാണ്. അതായത് ഒരു ലിവിങ് റൂമിനുള്ളൊരു സൈസാണ് ഈ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറിയ റൂമാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പ്യൂരിഫയേഴ്സ് കിട്ടും. വേറെ പല ബ്രാൻഡ്സിൻ്റെ. കുറച്ചുകൂടെ വലിയ വീടാണെങ്കിൽ വലിയ പ്യൂരിഫയേഴ്സ് കിട്ടും. പലതരം പ്യൂരിഫയേഴ്സ് അവൈലബിൾ ആണ്. ബട്ട് പ്യൂരിഫയർ ഈസ് സംതിങ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫാന്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ ഒരു എസെൻഷ്യൽ ഗാഡ്ജറ്റായിട്ട് നിങ്ങൾ എയർ പ്യൂരിഫയറിനെ കാണുവാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അത്രയുള്ള ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.